Okay, let's go. What up, ladies and gentlemen, boys and girls? നമ്മുടെ സിനി മാക്സിങ്ങിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് ബെൻഡർ മാക്സ് മീഡിയയുടെ ഒരു മൂവി റിവ്യൂ ഡിവിഷൻ ആയിട്ടുള്ള സിനി മാക്സിംഗ് എന്നുള്ളൊരു പ്രോഗ്രാമാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് മിസ്റ്റർ സ്കിപ്പ് ട്രേസ്, ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഗോയിയും ഒരു ഫോർമർ പ്രൊഫഷണൽ ഫിലിം റിവ്യൂവറുമായ മിസ്റ്റർ സ്കിപ്പ് ട്രേസ് MNT ഗെയിമിങ്ങിന്റെ. പുള്ളിക്കാരന് സ്വന്തമായിട്ടൊരു ചാനലുണ്ട്. മേക്ക് ഷുവർ യു ഗൈസ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ elite and well-established journalist, Mr. Dr. John Johnson, PhD from Congo Republic. ആൻഡ് ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമ എല്ലാവർക്കും പ്രിയങ്കരമായ, എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള, എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ സൂപ്പർ ഹീറോയുടെ ഒരു സിനിമയാണ്. പുതിയ ഇൻസ്റ്റാൾമെന്റ്, അതായത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യുന്നത്. ഈ സിനിമ ഇന്ന് ഇന്ത്യയിൽ ഇന്ന് റിലീസായി, 30th റിലീസായി. നമ്മള് ഫസ്റ്റ് ഷോ, അതായത് 6 AM ഷോ തന്നെ നമ്മൾ പോയി കണ്ടു. നമ്മൾ ആ സിനിമ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരുപാട് റിലീജിയസ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. സോ താങ്കളുടെ അഭിപ്രായത്തിൽ പറയൂ. അപ്പോൾ MCUവിന്റെ മൂവീസ് ഒക്കെ ഡേ 1 പോയി കാണുന്നതിൽ പണ്ട് പ്രൗഡായിരുന്നു. ഇപ്പൊ അല്ല, ഒട്ടുമല്ല. ഇപ്പൊ ഞാൻ ഒരുപാട് ഖേദിക്കുന്നുണ്ട്. എക്സ് ഗോയി ഇപ്പം പാർട്ട് ടൈം ഗോയി ആണ്. പാർട്ട് ടൈം ഗോയി. സോ ആദ്യമായിട്ട് പറയുന്നതിന് മുന്നേ എന്താ പറയട്ടെ, ഇതിപ്പം സ്പൈഡർമാൻ്റെ ലൈവ് ആക്ഷൻ എന്ന് പറയാനായിട്ട് എത്രയാണ്, 4, 3, 2, 8ാമത്തെ എന്തോ പടമാണ്. ഡോണ്ട് കെയർ. ഓക്കെ, MCUവിന്റെ സ്പൈഡർമാനെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹോം കമ്മിങ്, ഫാർ ഫ്രം ഹോം, നോ വേ ഹോം, ഈ എല്ലാ മൂവീസും ബെറ്റർ ആയി കൊണ്ടുവരായിരുന്നു. ഓരോ മൂവിക്ക് കഴിയുമ്പോഴത്തേക്കും ബെറ്റർ ആയി കൊണ്ടുവരായിരുന്നു. അങ്ങനെ ബ്രാൻഡ് ന്യൂ ഡേയിലെത്തി. ഒരുപാട് പ്രതീക്ഷകളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ട്രെയിലറും പോസ്റ്ററും എല്ലാം വെച്ച് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് പോയി കണ്ടത്. പക്ഷേ നമുക്ക് പടം ഇത്തിരി ഡിസപ്പോയിന്റിങ് ആയിരുന്നു. കാരണം ആവറേജ് പടം, പക്ഷെ കൊള്ളത്തില്ലെന്നല്ല, കൊള്ളാം, പക്ഷേ ഒരു ആവറേജ് പടം. കാരണം നമ്മൾ നോവേ ഹോമും ഫാർ ഫ്രം ഹോമും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്ക് അത്രയ്ക്ക് വന്നിട്ടില്ല. അതെ, നിങ്ങളൊരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ സിനിമകൾ ഭയങ്കര റിലീജിയസ് ആയിട്ട് അത് കാണുകയും അതിലെ ഡിസ്കഷനുകളിൽ ഏർപ്പെടുകയും ആ ഒരു സിനിമകൾ നിങ്ങൾക്ക് വേറൊരു ലെവലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഈ സിനിമയിൽ അതിന് വേണ്ട എലമെന്റ്സ് അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ന്യൂട്രൽ വ്യൂവർ, നിങ്ങൾ ഈ സൂപ്പർ ഹീറോ മൂവീസ് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് അത് വലിയ ബാധകമല്ലെങ്കിൽ ഇത് തികച്ചും നിങ്ങൾക്ക് ഒരു മൂവി വൈസ് ഇതൊരു വെറും ഒരു ആവറേജ് ഒരു മൂവി ആയിട്ടാണ് ഫീൽ ആയത്. തുടക്കം എനിക്ക് ഞാൻ ഒരു ന്യൂട്രൽ വ്യൂവർ ആണ്. സൂപ്പർ ഹീറോ മൂവീസ് ഞാനും പണ്ട് ഇതേപോലെ കണ്ടിരുന്നെങ്കിലും പിന്നീട് ഞാൻ അതിലോട്ട് ഔട്ട് ഓഫ് ടച്ച് ആയി പോവുകയാണ് ചെയ്തത്. അപ്പൊ എന്നെ സംബന്ധിച്ച്, എന്നെ പോലെ ഞാൻ ന്യൂട്രൽ ആളുകളുടെ സൈഡ് പിടിച്ച് സംസാരിക്കുവാണെങ്കിൽ സിനിമ തികച്ചും ആവറേജ് ആണ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ മൂവിയുടെ പേസിങ്. തുടക്കത്തെ ഫസ്റ്റ് ഹാഫ് മൂവി നല്ലപോലെ പേസ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് മൂവി ചെറുതായിട്ടൊന്ന് സ്ലോപ്പിലോട്ട് പോകും. അപ്പൊ ആ ഒരു സമയത്ത് മറ്റേ ഇമോഷണലി ചാർജ്ഡ് മൊമെന്റ്സ് എല്ലാം കാണിക്കുമ്പോഴത്തേക്കും അത് പല സ്ഥലത്തും അത് ഭയങ്കരമായിട്ട് വലിച്ചിഴക്കുന്ന പോലെ അതൊരു തോന്നൽ വന്നിട്ടുണ്ട്. അത് എനിക്കൊരു മെയിൻ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നി. പിന്നെ അറ്റ് ദ സെയിം ടൈം ക്യാരക്ടേഴ്സ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് ഈ സിനിമയിൽ മറ്റേ നമ്മളെ പണിഷർ ഫ്രാങ്ക് കാസിൽ ഈ ഒരു സിനിമയിലുണ്ട്. പക്ഷെ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിന്റെ ഡെയർഡബിൾ ഷോയും പണിഷർ ഷോയും കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഫ്രാങ്ക് കാസിൽ എന്നുള്ള ഒരാളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന്. പുള്ളി ഒരു PTSDയും മറ്റേ പുള്ളിയുടെ ഫാമിലി എല്ലാം മരിച്ചു പോയതിനെ തുടർന്ന് അതിന്റെ ഗിൽറ്റിലും ആ ഒരു റേജിലും ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ ഒരു സിനിമയിൽ പുള്ളി വരുമ്പോഴത്തേക്കും പുള്ളിയും പീറ്റർ പാർക്കറും തമ്മിലുള്ള ഒരു ബാൻഡർ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത് ഭയങ്കര ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ടാണ് ചില സ്ഥലത്ത് ഫീൽ ചെയ്യുന്നത്. കാരണം പുള്ളി ഒരു ആവശ്യവുമില്ലാണ്ട് മറ്റേ ജോൺ ബേൺതാന്റെ മറ്റേ സിഗ്നേച്ചർ ആക്ടിംഗ് ഉണ്ട്, ലെറ്റ് മീ ടെൽ യു സംതിങ്. ആ ഒരു ആക്ടിങ് പുള്ളി ലൈക്ക് എല്ലായിടത്തും പുള്ളി ഒരു വൺ ട്രിക്ക് പോണിയാണ്. പുള്ളിക്ക് ഒരു ട്രിക്ക് അറിയാം, പുള്ളി അത് എല്ലായിടത്തും പ്രയോഗിക്കും. ആ ഒരു രീതിയിൽ പല സ്ഥലത്തും അവരുടെ ബാൻഡർ ഒരുമാതിരി ഓൾഡ് മാരീഡ് കപ്പിൾസിന്റെ ബാൻഡർ പോലെയാണ് സത്യം. ആൻഡ് ഇതിനകത്ത് പണിഷറിന്റെ ഒരു ആവശ്യമില്ല. ഈ ഒരു സ്റ്റോറി ലൈനിൽ പണിഷറിന്റെ ഒരു ആവശ്യം, പണിഷറിനെ കൊണ്ടുവന്ന തന്നെ ലൈക്ക് എന്താ പറയുക, ഇവർക്കിപ്പോൾ മാർവലിന് ഓഡിയൻസിനെ പുള്ളിയാണ്. ലൈക്ക് ഓഡിയൻസിന് മാക്സിമം അവർക്ക് പുള്ളിയാണ്. അതിനായിട്ട് അവർക്ക് ഇപ്പോൾ അറിയാവുന്ന ഒരേ രീതിയിലുള്ള ക്യാമിയോസ്. അതിനാണ് ഹൾക്കിന്റെ ക്യാമിയോയും പണിഷറിന്റെയും കൊണ്ടുവന്നത്. പണിഷറിനെ ക്യാമിയോ ആയിട്ട് ആക്കാൻ പറ്റാത്ത ഒരു ഇത്തിരി ഉണ്ട്, സ്ക്രീൻ ടൈം പുള്ളിക്കാരന് ഇത്തിരി നല്ല കണക്കുണ്ട്. അതിനുവേണ്ടി മാത്രം കൊണ്ടുവന്ന കണക്കാണ് തോന്നിയത്. അതിന്റെ ആ ക്യാരക്ടറെ ഭയങ്കരമായിട്ട് അങ്ങ് ഷോകമാക്കി കണ്ടു. ഒരുമാതിരി ഒരു MCUവിൽ വരുമ്പം
കോമഡി ക്യാരക്ടേഴ്സിന്റെ ലെവൽ ഒന്ന് ലെവൽ അങ്ങ് താരും. അവര് പെട്ടെന്ന് കോമഡി പറഞ്ഞു തുടങ്ങും. അത് MCU മൂവീസ് സിനിമയിലോട്ട് വരുമ്പോഴാണ്. TV ഷോസിൽ പിന്നെയും അവർ സീരിയസ് ആയിട്ട് നിൽക്കും. പക്ഷേ മൂവിയിലോട്ട് വരുമ്പോൾ അങ്ങ് കോമഡി ആവും. അതേ കണക്ക് ഇതിലും അങ്ങ് ആള് കോമഡി ആവും നല്ല കണക്ക്. അപ്പം അതൊരു കല്ലുകടിയാണ്. ആ ഒരു ഫ്രാങ്ക് കാസലിന്റെ അത് ചെറിയൊരു കല്ലുകടിയാണ്. പിന്നെ സ്റ്റോറി വൈസ് ഒക്കെ പറയുവാണെങ്കിൽ സ്റ്റോറി ഒരു തികച്ചും ഒരു എന്താണ് മറ്റേ പീറ്റർ പാർക്കർ മറ്റേ ആ കഴിഞ്ഞ സിനിമയിൽ മറ്റേ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മറ്റേ സ്പെല്ല് ഉപയോഗിച്ച് അവനാണ് സ്പൈഡർമാൻ എന്ന് എല്ലാരെയും മറന്നു പോയിട്ട് പിന്നെ പീറ്റർ പാർക്കർ ആ ഒരു റിയാലിറ്റിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ അതൊക്കെ ലൈക് തുടക്കത്തെ ഞാൻ പറഞ്ഞില്ല ഒരു ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ആ പീറ്ററിന്റെ ഇമോഷണലി ഉള്ള, അതായത് ആർക്കും അവനാണ് സ്പൈഡർമാൻ എന്ന് അറിയത്തില്ല, അവനെ ഓർമ്മയുള്ള എല്ലാവരും അവനെ മറന്നുപോയി. അപ്പൊ അവൻ ആ ഒരു ലോകത്ത് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു ഫുള്ളി മറ്റേ ഇമോഷണൽ മെക്കാനിക്സും പുള്ളിയുടെ ആ ഒരു മറ്റേ ആന്തരികമായ കോംപ്ലക്ഷൻസും ഇന്റേണൽ കോൺഫ്ലിക്ട്സും എല്ലാം അതിൻ്റെ അത് നല്ല പോലെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫില്. പക്ഷെ കഥ മുന്നോട്ട് പോകും തോറും അത് പതുക്കെ കുറഞ്ഞു വരും. ആ ഒരു ഫാക്ടർ പതുക്കെ കുറഞ്ഞു വന്നിട്ട് പ്ലോട്ട് ചെറുതായിട്ടൊന്ന് പിക്ക് ചെയ്യും, ശരിയാണ്. പക്ഷെ ലാസ്റ്റ് നമുക്കിങ്ങനെ എന്താണ് ലൈക്ക് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നുള്ളൊരു രീതിയിൽ നമുക്കൊരു ചെറിയൊരു ഫീല് വരും. ആൻഡ് ഇതിൻ്റെ അകത്ത് ഈ എന്താ പറയുക സൈഡി സിംഗിന്റെ ക്യാരക്ടർ റിവ്യൂ നമുക്ക് മനസ്സിലായി ഇപ്പോൾ ആരാണെന്ന്. ആൻഡ് ഒരു മെജോറിറ്റി ആൾക്കാരും പ്രഡിക്റ്റ് ചെയ്ത കണക്കത്തെ പ്രഡിക്റ്റ് ചെയ്ത ആ ക്യാരക്ടർ ആണ് ഇതിൽ. ഒരുപാട് പേര് പ്രഡിക്റ്റ് ചെയ്താണ്. നിങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക. സ്പോയിലർ അലേർട്ട്. ആൻഡ് സൈഡി സിംഗിന്റെ ക്യാരക്ടർ ജീൻ ഗ്രേ. ആൻഡ് ജീൻ ഗ്രേ എന്തിനു കൊണ്ടുവന്നെന്ന് ഒരു പിടുത്തില്ല. ഐ മീൻ ഒരു സ്പൈഡർമാന്റെ മൂവിയിൽ ജീൻ ഗ്രേ എന്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് ഇതുവരെയായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് ആ സ്റ്റോറി ലൈനിൽ തന്നെ ലൈക്ക് എന്താ പറയുക അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു. ഇതിന്റെ അത് VMAX എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ പറയുന്നുണ്ട്. അതൊരു AC ഇവന്റ് ആണ്. അതൊരു AC ഇവന്റ് സ്ട്രോങ്സ്റ്റ് എക്സ്മെൻ ആണ് ജീൻ ഗ്രേ. AC ഇവന്റ് തപ്പി ഐ മീൻ ഫീനിക്സ്. ജീൻ ഗ്രേ ആണ് ഫീനിക്സ് ആയിട്ട് മാറുന്നത്. ആൻഡ് ആ ജീൻ ഗ്രേ VMAX എന്തെന്ന് ഇങ്ങനെ ഇന്നത്തെ മാനത്ത് നോക്കുമ്പോ AC ഇവന്റിന്റെ കമ്പനിയുടെ പേരാണ് VMAX. HVAC കമ്പനിയാണ്. മാർവൽ അടിപൊളി വിഷയം. മാർവലിന്റെ ഫിലിം മേക്കിംഗ് അവന്മാർക്ക് കുറച്ചുകൂടി അപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ലൈക്ക് ഫാൻസിനെ മാത്രമാണ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാനാണ് മാർവൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വെറുതെ പേപ്പറിൽ സ്പൈഡർമാൻ എന്ന് എഴുതി വെച്ചാലും ഫാൻസ് പോയി അത് കണ്ടോളും. പക്ഷെ അതല്ല, നിങ്ങൾക്ക് മാർക്കറ്റ് റീച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലെവല് പറ്റത്തില്ല, ഈ നിലവാരം പോരാ. സ്ക്രിപ്റ്റ് പറഞ്ഞ പോലെ ജീൻ ഗ്രേ ഈ ഒരു സിനിമയിൽ കൊണ്ടുവരേണ്ട സ്പൈഡർമാന് വില്ലന്മാർക്ക് വലിയ ക്ഷാമൊന്നുമില്ല. പിന്നെ പോലത്തെ ഒരു ക്യാരക്ടറിനെ എന്തിന് ഇതിന്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളത് ഫസ്റ്റ് ഇത്. പക്ഷെ ഇറ്റ്സ് പ്ലേഡ് ബൈ സൈഡി സിംഗ് ഹു ഈസ് ബ്യൂട്ടിഫുൾ. സോ പുള്ളിക്കാരത്തിന്റെ സ്ക്രീൻ പ്രസൻസ് വിഷയമായിരുന്നു, അടിപൊളിയായിരുന്നു. ലൈക്ക് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നേരത്തെ ഫിനാസ് പറഞ്ഞാണ് എന്താ പറയുക ഇതിന്റെ അകത്ത് സ്പൈഡർമാന് വില്ലന്മാർക്ക് ക്ഷാമമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ വില്ലന്മാരുണ്ട്, ഇഷ്ടംപോലെ സ്റ്റോറി ആർക്കുണ്ട്. ഈ ഒരു സ്റ്റോറി ആർക്ക് എന്താണെന്ന് എനിക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലായിട്ട് ഇതിൻ്റെ അകത്ത് ഈ സ്പൈഡർമാൻ്റെ മറ്റേ മ്യൂട്ടേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അതുപോലും ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ പടം കണ്ടവർക്ക് അറിയാം, അതിന് വലിയ എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. ലാസ്റ്റ് തേർഡ് ആക്ടിൽ മറ്റേ പ്രിസണിൽ വെച്ച് പുള്ളിക്കാരൻ അങ്ങനെ മ്യൂട്ടേറ്റഡ് ആയി കിടന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു. അതിനെപ്പറ്റി അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല ഇതില്. എങ്ങനെ ഉണ്ടായി, അതിന്റെ ഫ്യൂച്ചർ ഇംപ്ലിക്കേഷൻസ് എന്താണ്, അത് പീറ്റർ ഫുള്ളി കൺട്രോൾ ആക്കിയോ ഇല്ലേ, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു മ്യൂട്ടേഷനെ വെച്ചിട്ട് പീറ്ററിന്റെ മറ്റേ ഇമോഷണൽ ഇത് പീറ്റർ യു ഹാവ് ടു ഫേസ് ഇറ്റ് എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ മറ്റേ സ്ഥിരം MCU ഇമോഷണൽ ചീസി ഡ്രാമ ബുൾഷിറ്റ് ഇറക്കാനായിട്ട് അവർ ആ ഒരു മ്യൂട്ടേഷൻ അവരങ്ങ് എടുത്തു. എന്നിട്ട് അവർ ആ മ്യൂട്ടേഷന്റെ സിഗ്നിഫൈ ചെയ്യാനായിട്ട് ഇവൻ ബ്രൂസ് ബാനറിന്റെ അടുത്ത് പോയാണ് സംസാരിക്കുന്നത്. ഹു ഹാസ് നോ ചോയ്സ് ബൈ ദ വേ, ഹു ഹാസ് നോ ചോയ്സ് ബട്ട് ടു ടേൺ ഇൻ ടു ദ ഹൾക്ക്. പക്ഷെ ഇവിടെ പീറ്ററിന് ഹി ഹാസ് എ ചോയ്സ് ടു ഡു ദാറ്റ്. ലൈക്ക് ഇതാണ് പറയുന്നത്, ഈ സിനിമ എന്ന് പറയുമ്പം വേവാത്ത ഒരു ദോശയാണ്. ദോഷം നല്ല ദോശയാണോ? അല്ല. ചള്ളു ദോശയാണോ? അതുമല്ല. എന്നാ കഴിക്കാം. ആ ഒരു ലെവല് ദോശ അത്ര അങ്ങനെയും കണ്ടാൽ മതി. ഞാൻ ഭയങ്കര മിസ്ലീഡിങ് ആയിരുന്നു ഇതിന്റെ ട്രെയിലർ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാതെ ഇതിൻ്റെ അകത്ത് ഹാൻഡിനെയൊക്കെയാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ആൻഡ് സിനിമയിൽ വന്നപ്പോൾ ഹാൻഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളിതൊക്കെ കണ്ടപ്പോഴേക്കിന് ഡെയർ ഡെവിൾ സീസൺ 2 ഹാൻഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വിഷയമായിരുന്നു. അതിലും ഡിഫൻഡേഴ്സിലും ഒക്കെ അവർ ആ ഒരു സ്റ്റോറി ലൈനൊക്കെയാണ് പ്രതീക്ഷിച്ച് പോയത്. പക്ഷേ ഹാൻഡ് ഇതിൻ്റെ അകത്ത് അവർ എന്താ പറയുക ലീഡർ അല്ലാത്ത കുറച്ച് ടീനേജേഴ്സ് അങ്ങനെയാക്കി അങ്ങ് മാറ്റി. പവർ റേഞ്ചേഴ്സ് പോലത്തെ ഒരു സംഭവം അതാണ് അവരെ എന്നിട്ട്. പക്ഷെ ട്രെയിലറിൽ അവരായിരുന്നു മെയിൻ.
അവരാണ് മെയിൻ ആക്കി വെച്ചത്. അപ്പോഴാണ് ഒരുപാട് ഈ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ വെച്ച് പോയത്. പിന്നെ എനിക്ക് എന്താ പറയുക, നമ്മൾ ഓരോ സ്പൈഡർമാൻ്റെ മൂവിക്കകത്ത് ഈ സ്പൈഡർമാൻ മറ്റേ വലയിട്ട് പറന്നു പോകുന്ന സീൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാട് നല്ലതായിട്ടുണ്ടായിരുന്നു. അത് എല്ലാ സ്പൈഡർമാനിലും. പക്ഷെ ഇതിൽ എനിക്ക് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റിയ കുറച്ച് അങ്ങനെ സീൻസ് ഒന്നും ഓർത്തിരിക്കാൻ ആകെ ഒരെണ്ണേ ഉള്ളൂ. അത് സിനിമയുടെ തുടക്കം ഏറ്റവും ഫസ്റ്റില് പുള്ളി സ്വിങ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് പേഴ്സണിൽ കാണിക്കും. ഫസ്റ്റ് പേഴ്സണിൽ ക്യാമറ കാണിക്കും. രണ്ട് ഷോട്ട് മാത്രം. ടോട്ടൽ സ്ക്രീൻ ടൈം 4 seconds. അത് മാത്രമേ നമുക്ക് അതിൽ കുറച്ച് നൈസ് ആയിട്ടുണ്ട്. ആ ഒരു ഫീൽ കിട്ടും. പുള്ളി മറ്റേ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ക്രെയിന്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ ഫസ്റ്റ് പേഴ്സണിൽ നിൽക്കുമ്പം ആ ഒരു ഇത് കിട്ടും. പക്ഷേ ഇപ്പം നമ്മൾ അമേസിംഗ് സ്പൈഡർമാനിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ സ്വിങ്ങിങ് എലമെന്റ് ഒരുപാടുണ്ട്. ഒരുപാട് സ്റ്റൈലിൽ ഇതാവുന്നത് ഇപ്പം എല്ലാത്തിലും ഉണ്ട്. ഇതിലും അങ്ങനെ ഒരു പരിപാടിയില്ല. ഓവറോൾ കുഴപ്പമില്ല, ഒരു ഓക്കെ മൂവി. മൂവി. പിന്നെ ഈ സിനിമയിലെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയാനുള്ളത് ഹൾക്കുമായിട്ടുള്ള ആ ഒരു ഫൈറ്റ് സീനാണ്. പക്ഷെ അതും ഭയങ്കര കുറച്ച് ഒരു 2-3 മിനിറ്റ് എന്തേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഫൈറ്റ് സീൻ അടിപൊളി. ഇത്തിരി കൂടെ പ്രതീക്ഷിച്ച്, ഇത്തിരി കൂടെ ഒരു കുറച്ചുകൂടെ ഡിസ്ട്രക്ഷനും കാര്യങ്ങൾ, കുറച്ചുകൂടെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയ ഒരു ഫൈറ്റ് ഒക്കെ പ്രതീക്ഷിച്ച്. പക്ഷെ അതൊന്നുമില്ല. ആൻഡ് വേറൊരു തെണ്ടിത്തരമെന്ന് വെച്ചാൽ ഇവന്മാർ ഈ സോണി മാർവലും ചെയ്തതെന്ന് വെച്ചാൽ ഈ ആൾക്കുമായിട്ടുള്ള ഫൈറ്റ് സീനും ഇതെല്ലാം ഇവന്മാർ ഒരേ ക്ലിപ്പായിട്ട് പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇറക്കി. ഇന്ന TV സ്പോട്ട്, ആ TV സ്പോട്ട്, ആ ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇറക്കി. അതെല്ലാം ഓൾറെഡി നമ്മളെ കാണിച്ച്. അപ്പൊ നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോവേ ഹോം വരെ കണ്ട ഒരു ഇതിൽ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇവർ കാണിച്ച ക്ലിപ്പ് ആയിരിക്കത്തില്ല സിനിമയിൽ വരുമ്പോൾ, വേറെ എന്തൊക്കെയുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയല്ലായിരുന്നു. കാണിച്ചത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഉള്ളത്. പുറത്തുനിന്നൊന്നുമില്ല. പുറത്തുനിന്ന് മറ്റേ ജീൻ ഗ്രേയും മറ്റേ AC വെന്റും അത് തന്നെ തോന്നുന്നു. പിന്നെ മറ്റേ മെയിൻ വില്ലൻ ഡാമേജ് കൺട്രോൾ. അത് സ്പോയിലർ ആണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്താൻ പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഇറങ്ങുന്നത് വലിയ പടമാണ്. അപ്പം ഇതിൻ്റെ അകത്തൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനായിട്ട് എന്തെങ്കിലും ഒരു അവഞ്ചേഴ്സ് റിലേറ്റഡ് കാണിക്കായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും ഈ പടം കുറച്ചുകൂടി ഇത്തിരി ബെറ്റർ ആയിരുന്നു. അങ്ങനെയാണ് സാധാരണ. കാരണം ക്യാപ്റ്റൻ മാർവൽ കണ്ടവർക്ക് അറിയാം ആ പടം പട്ടിക്കൂതറ പടമാണ്. കാരണം അത് കഴിഞ്ഞിട്ട് എൻഡ് ഗെയിം ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. ക്യാപ്റ്റൻ മാർവൽ സ്റ്റീവ് റോജേഴ്സിനെ കാണാൻ വരുന്ന ഒരു സീനുണ്ട്. മറ്റേ അത് മിസ്റ്റർ ഫിനാസ് എനിക്ക് തോന്നുന്നു ഓർമ്മയില്ലെന്ന്. ഞാൻ മാർവൽ ഗോയി ആയതുകൊണ്ട് അത് ഓർമ്മയുണ്ട്. ആ ചിരി കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പൊ അതൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ആ പടത്തിന്, ആ ഒരു ക്രെഡിറ്റ് സീൻ. ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇതിന്റെ അകത്ത് ലാസ്റ്റ് എന്തോന്ന് ഒരു സ്പൈഡർമാനെ സ്പോട്ട് ചെയ്തെന്ന് പറഞ്ഞ മറ്റേ ആപ്പിൽ നിന്ന് സ്പേസിലോട്ട് എന്തോ പോണ്. അത്ര അവിടെ അങ്ങ് തീർന്നു. ലൈക്ക് പിന്നെ ഈ സിനിമയിൽ ഈ പീറ്റർ പാർക്കർ, മേരി ജെയിൻ, മറ്റേ നെഡ്, അവൻ CEO സെക്സ്, അവന്റെ ആ ഒരു അതും ഒരു എന്താണ് മറ്റേ ഒരു അവര് ഭയങ്കര റഷ് ചെയ്തിട്ട് ഈ ഒരു സംഭവം കുറെ നാളായിട്ട് നമ്മൾ ഈ ഒരു ട്രോപ്പ് പിടിച്ച് കളിക്കുന്നുണ്ട്. ഇത് എങ്ങനെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഇത് കൊണ്ടെത്തിക്കണം എന്നുള്ള രീതിയിൽ അവന്മാര് എന്തൊക്കെയോ കാണിച്ചു, എങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ കൊണ്ടെത്തിച്ചു. കാരണം ഈ സിനിമയുടെ അകത്ത് MJ യവൻ കാര്യങ്ങൾ പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവള് നിന്നു കൊടുക്കത്തില്ല. ലാസ്റ്റ് അവൾക്ക് മറ്റേ ഭയങ്കരമായിട്ട് ഞാൻ നിന്ന് കൊടുക്കണോ വേണ്ടേ അങ്ങനത്തെ കുറെ ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ലൈക്ക് ഓവറോൾ ചുരുക്കം പറഞ്ഞാൽ കഥ ഒരു സ്ട്രെയിറ്റ് പോവേണ്ടിയിരുന്ന ഒരു കഥ യവന്മാരെടുത്തിട്ട് ഈ ഒരു സിനിമ നമുക്ക് ഇമോഷണലി കോംപ്ലക്സ് ആക്കണോ എന്നുള്ള രീതിയിൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് കഥ എടുത്തിട്ട് ഇവന്മാര് വളച്ചൊടിച്ച് മടക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതിൽ കൂടെയാണ് ഈ സിനിമ പോണത്. ലൈക്ക് ടെക്നിക്കലി ഗ്രാഫിക് വൈസ് അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. കാരണം നമ്മൾ ടെക്നിക്കൽ സൈഡ് സംസാരിക്കാനല്ല നമ്മളിവിടെ വന്നത്. അതൊന്നും നമ്മൾ സംസാരിക്കാനല്ല നമ്മളിവിടെ വന്നത്. ആസ് എ പ്ലോട്ട്. പിന്നെ അവഞ്ചേഴ്സ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ അതിന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്കായിരുന്നു സത്യം പറഞ്ഞാല്. പക്ഷെ അത് ചെയ്തില്ല. അതല്ല ഇതിൻ്റെ അകത്ത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവഞ്ചേഴ്സ് ഇനി വരാൻ പോകുന്ന ഇതിന്റെ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നും പറഞ്ഞാണ് നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഡിസപ്പോയിന്റഡ്. 100% യു വിൽ ബി ഡിസപ്പോയിന്റഡ്. വെറും ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പടം അത്രേ ഉള്ളൂ. ദിസ് ഇസ് എ മൂവി ദാറ്റ് നിങ്ങൾ വലിയ സ്ക്രീനിലൊക്കെ പോയി ഭയങ്കര കാശൊക്കെ കൊടുത്ത് കാണാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സേവ് യുവർ മണി. യു ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. വെയിറ്റ് ഫോർ OTT. നിങ്ങൾ വലിയൊരു സ്പൈഡർമാൻ ആരാധകനാണെങ്കിൽ പോലും ചിലപ്പോൾ ദിസ് മൂവി വിൽ ഡിസപ്പോയിന്റ് യു. ഇത് ഞാൻ കുറച്ച് പോസ്റ്റുകൾ കണ്ടായിരുന്നു. നമ്മൾ ഈ പടത്തിനെ പറ്റി ഇതിപ്പോ കൊള്ളത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, സ്പൈഡർമാൻ ഫാൻസിന് വേണ്ടി ഇറക്കിയതാണെന്നൊക്കെ പറഞ്ഞ് കുറെ മാരിക്കും. നമ്മളിവിടെ ഇരിക്കുന്നവർ നമ്മൾ സ്പൈഡർമാന്റെ എല്ലാ സിനിമയും കണ്ടു, എല്ലാ അനിമേറ്റഡ് ഷോസും കണ്ടു, എല്ലാ വീഡിയോ ഗെയിംസും. PS5 വീഡിയോ ഗെയിമല്ല പഴയത്, മറ്റേ ഫ്രണ്ട് ഓർ എഡ്ജ് ഓഫ് ടൈം, ഷാറ്റർ ഡിമെൻഷൻ, വെബ് ഓഫ് ഷാഡോസ്, ഇതെല്ലാം കളിച്ചാൽ സ്പൈഡർമാന്റെ കോമിക്സ് വായിച്ചിട്ടുള്ളവരാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റോറി ലൈൻസ് അറിയാം, ഒരുപാട് അറിയാം.
നമ്മൾ ഫാൻസ് ആണ് സ്പൈഡർമാൻ്റെ ആസ് എ ഫിക്ഷണൽ ക്യാരക്ടർ. ഓക്കെ, അതിപ്പോ എനിക്ക് വാഗൊണ്ട് പറയാൻ എനിക്ക് എന്തോ കണക്കാണ്. ക്യാരക്ടർ ക്രിയേറ്റഡ് ബൈ എ ജൂയിഷ് ക്രിയേറ്റർ സ്റ്റാൻലി. ഓക്കെ, for children by the way, for children and for Marvel it's founded by a Jewish guy. So I mean അതുകൊണ്ട് ഫാൻ ആണെന്ന് പറയാൻ നമുക്ക് നാണക്കേടാണ്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് ഫാൻസിന് വേണ്ടി ഇറക്കിയതാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളും എല്ലാം കണ്ടിട്ടുണ്ട്, നമ്മൾ സ്റ്റോറി ലൈനിലെല്ലാം ഇൻവെസ്റ്റഡ് ആണ്. അപ്പം നമ്മളെയും അത് ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഈ ഒരു സിനിമ മിഡ് മൂവി അത്രേ ഉള്ളൂ. ആൻഡ് ബോക്സ് ഓഫീസിൽ പൈസയൊക്കെ വരും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനെപ്പറ്റി ആൾക്കാർക്ക് ഒപ്പീനിയൻ ഇല്ല, നമ്മൾ അതിനെ പറ്റി ഒന്നും കെയർ ചെയ്യുന്നില്ല. എന്തിനോട് ഇതാണ് നമ്മളെ പൈസ, ബോക്സ് ഓഫീസിലെ പൈസ എൻജോയ്മെന്റിന് തമ്മിൽ യാതൊരു കോറിലേഷനും ഇതില്ല. നമുക്കൊന്നും കിട്ടാനൊന്നും പോകില്ല. അവർക്ക് ബോക്സ് ഓഫീസിൽ 2 ബില്യൺ വാരി എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് പടം കണ്ടവർക്കൊക്കെ 200% തരാമെന്ന് പറഞ്ഞൊന്നും അവർ പറയത്തൊന്നുമില്ല. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് പടത്തിനെ പറ്റി പറയാൻ കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത റിവ്യൂ MCU ഫാൻ ബോയ്സ്, നിങ്ങൾ ഇങ്ങനെയാണ് പടങ്ങളുടെ നിലവാരം പൊക്കോണ്ടിരിക്കുന്നതെങ്കിൽ യു വിൽ ബി ഡിസപ്പോയിന്റഡ് ഫോർ ഇയേഴ്സ് ടു കം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും മറ്റേ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ ഇഷ്ടപ്പെട്ടു കാണും. അത് കണ്ടിട്ടില്ല. ഐ മീൻ അതും ഇതുമൊക്കെ തമ്മിലൊന്നും ഒരു വ്യത്യാസമില്ല. പുതിയ ഫാൽക്കൺ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടുള്ള അതിന്റെ അതും എന്തോന്നോ ന്യൂ ഡേ അങ്ങനെ എന്തൊക്കെയാ എന്തോ പരിപാടിയാണ്, ന്യൂ വേൾഡ് ഓർഡർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ന്യൂ വേൾഡ് ഓർഡർ. അപ്പം ഇതാണ് നമ്മുടെ ബെൻഡർ മാക്സിങ്ങിന്റെ സിനി മാക്സിങ്. ഇനി അടുത്ത സിനിമ ഇറങ്ങുന്നത് വരെ നമ്മൾ ഓരോരോ സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അതിന്റെയൊക്കെ റിവ്യൂ വേർത്തി ആയിട്ടുള്ള സിനിമകൾ നിങ്ങൾ ആരും അധികം കണ്ടിട്ടില്ല എന്നുള്ള ഒരു സിനിമ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റിവ്യൂ ആയിട്ട് ഇനിയും വരും. സോ ദിസ് ഇസ് മീ ഡോക്ടർ ജോൺ ജോൺസൺ ആൻഡ് ദിസ് ഇസ് മൈ ഫ്രണ്ട് ആൻഡ് കോ മൂവി റിവ്യൂവർ മിസ്റ്റർ സ്കിപ്പ് ട്രൈസ്. പുള്ളിയുടെ ഒരു ചാനലുണ്ട് MND ഗെയിമിംഗ്. മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു ദാറ്റ്. അതുകൊണ്ട് we will see you guys in the next movie with the next review really soon. Bye.